പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തന്നെ നീ സ്വന്തമായിട്ടൊരു വീട് വാങ്ങുകയോ ഫ്ലാറ്റ് വാങ്ങിക്കുകയോ മാറ്റി തരണം. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില ചിട്ടകളും രീതികളുണ്ട്. അപ്പൊ എന്റെ ചിട്ടകൾക്കും രീതികൾക്കും വന്നു കയറുന്ന മോള് നിൽക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഞാനൊരു വില്ലത്തിയായിട്ട് വരാൻ, മറ്റേ സീരിയലിൽ അഭിനയിക്കുന്ന വില്ലത്തിയായിട്ടൊന്നും വരാൻ ഞാൻ നിൽക്കില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് ഒതുങ്ങി എൻ്റെ ചിട്ടവട്ടങ്ങളായിട്ട് എനിക്ക് രാവിലെ എണീക്കണം, അമ്പലത്തിൽ പോകണം, കുറേ കാര്യങ്ങളുണ്ട്, വീട് വൃത്തിയാക്കി കിടക്കണം, ഇങ്ങനെ കുറേ ശീലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ പുതിയ ജനറേഷൻ ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാൻ പറ്റില്ല. അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ സമാധാനത്തോടെ ജീവിക്കട്ടെ, പിണങ്ങരുത്, വഴക്കിടരുത്, പിരിഞ്ഞു പോകരുത്. ആഫ്റ്റർ മാരേജ് അതൊരു വേറെ ചിട്ടയും റൂളൊക്കെയാണ്. ലൈക്ക് ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ എനിക്കറിയാം എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സിനെ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവം സഹായിച്ച് നല്ലൊരു അമ്മയും നല്ലൊരു അമ്മായിയമ്മയാണ് എനിക്ക്. പക്ഷേ അവള് തിരിച്ച് എന്നെക്കാളും കൂടുതൽ അവിടുത്തെ അമ്മേനെ അവള് കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യണം. കാരണം ആ അമ്മ ഈ മോനെ ഇത്ര നന്നായി വളർത്തിയത് കൊണ്ടാണ് ഇവള് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതെ.